എഥനോൾ ചേർക്കാത്ത ശുദ്ധമായ പെട്രോളിയം ഇനി നൽകാൻ കഴിയില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വാഹന നിർമ്മാതാക്കൾ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പെട്രോൾ വാഹനങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരുമെന്ന് ഉറപ്പായിട്ടും നമുക്ക് E20 പെട്രോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഗവൺമെൻറ് എന്തിനാണ് E20 പെട്രോൾ നമ്മൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത്? മുതലാളിമാരുടെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയല്ലേ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും പറ്റിക്കുന്നത്? എന്ന് വെച്ചാൽ കുത്തക മുതലാളിമാരുടെ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി ഗവൺമെൻറ് E20 പെട്രോൾ കൊണ്ടുവന്നെന്നും പറഞ്ഞ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം കൊടുത്തിട്ട് പുതിയത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? പറ്റുന്നവരുണ്ടാകും, പക്ഷേ സാധാരണക്കാർക്കത് പറ്റുമോ? മൈലേജ് കുറയും, എൻജിന് കംപ്ലൈൻറ്റുകൾ തുരുതുരാ വരും എന്ന് വാഹന കമ്പനി ഉടമകൾ തന്നെ ഉറപ്പ് തരുന്നുണ്ട്. ഇപ്പോൾ E20 പെട്രോൾ എന്നും പറഞ്ഞ് എന്ത് മാറ്റമാണ് ഇവിടെ വന്നത്? ₹1 അതിൻ്റെ പേരിൽ നിങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് E20 പെട്രോൾ വേണ്ട, ഞങ്ങൾക്ക് നല്ല പെട്രോൾ മതി, അത് വാങ്ങിക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. പിന്നെ എന്തിനാണ് E20 പെട്രോൾ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത്? നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ അത് നിങ്ങൾ വേറെ വഴി നോക്കണം, അല്ലാതെ ഇമാതിരി നാറിയ ചെറ്റപ്പരിപാടി കാണിച്ചിട്ടല്ല പോക്കറ്റ് വീർപ്പിക്കേണ്ടത്. E20 പെട്രോളിൽ ആശങ്ക അറിയിച്ച പ്രമുഖ വാഹന നിർമ്മാതാക്കൾ ടാറ്റ, മഹീന്ദ്ര, മാരുതി സുസുക്കി എന്നീ കമ്പനികളാണ് ആശങ്ക പങ്കുവച്ചത്. നേരത്തെ വാഹന നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ സിയാം പരസ്യമായ ആശങ്ക അറിയിച്ചിരുന്നുവെങ്കിലും അത് പിൻവലിച്ചിരുന്നു. ചില വാഹനങ്ങളിൽ E20 പെട്രോൾ പ്രശ്നമുണ്ടാക്കുമെന്നും സ്ഥിരീകരണം ആവശ്യപ്പെടുന്നു എന്നുമായിരുന്നു സിയാം അന്ന് നൽകിയ വിശദീകരണം. ഏകദേശം ഒരാഴ്ച മുമ്പ് ഷോപ്പിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ട് പോയൊരു കാർബറേറ്ററാണ്. അപ്പോൾ കസ്റ്റമർ വന്നിട്ട് മിസ്സിംഗ് ആണ്, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു വന്നാൽ ഇത് വഴിച്ചു നോക്കിയപ്പം E20 പെട്രോളിൻ്റെ എഫക്റ്റാണ് ഈ കാണുന്നത്. ഈ പാട പോലെ പിടിച്ചിരിക്കണമല്ലോ, ചെറിയ ചെറിയ തരികൾ. ഇതാണ് E20യുടെ ഇപ്പോഴത്തെ അവസ്ഥ. കുറച്ച് നാൾ നമ്മളൊന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ്. ഇതേമാതിരി ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്. ഇതേവഴിയുള്ള ചെറിയ ചെറിയ തുളകളാണ് ഈ ഓരോ ജെറ്റിൻ്റെ ഉള്ളിലുള്ളത്. അതിനകത്തൊക്കെ പോയി ബ്ലോക്കായി കിടക്കുകയാണ്. ഞാനിപ്പോൾ E20യുടെ അവസ്ഥ. ആക്ച്വലി സത്യം പറഞ്ഞാൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. നിലവിലിപ്പോൾ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഒരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുക. പെട്രോൾ അടിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാർബറേറ്ററിൻ്റെ ഓറിങ്സുകളും ജെറ്റുകളും ദ്രവിച്ചു പോവുകയാണ്. ഈവൻ കസ്റ്റമർ ഒരു ലോങ് ഡ്രൈവ് പോകണമെന്ന് വെച്ചു, പോണ വഴി ഇപ്പോൾ പൈപ്പ് തുറന്നു വിട്ട പോലെയാണ് പെട്രോൾ പോകുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസം എടുക്കാണ്ട് വണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കാർബറേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ക്ലാവാണ്. രണ്ടാമത്തെ ഈ പറഞ്ഞ പോലെ വെള്ളം അബ്സർവേഷൻ. ഇവർ പറയുന്നു ഈ പറഞ്ഞ പോലെ മൈലേജ് ഇഷ്യൂ ഇല്ലെന്ന്. ഇപ്പോൾ വരുന്നതിലൊരു 90% കസ്റ്റമേഴ്സും പറയുന്നൊരു മെയിൻ റീസണാണ് വണ്ടിക്ക് മൈലേജ് കിട്ടുന്നില്ല എന്നുള്ളത്. മൈലേജ് നേരത്തെ ഒരു 40+ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടികൾക്ക് ഇപ്പോൾ 30 താഴെ കിട്ടുന്നത്. അതായത് ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ടോട്ടലി E20 ഒരു ഫെയിൽഡ് ഒരു സിസ്റ്റമാണത്. ഇതാണ് E20 പെട്രോൾ ഉപയോഗിച്ചാലുള്ള അവസ്ഥ.